HIS തേജസ് വിമാനങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ HIS തേജസ് വിമാനങ്ങൾക്ക് ബോഡി ഗാർഡ് എന്ന് പറയാവുന്ന കാറ്റ്സ് വാരിയർ ഡ്രോൺസ് വളരെ പെട്ടെന്ന് തന്നെ ഇൻഡക്ട് ചെയ്യാൻ പോകുന്ന എന്ന ഒരു വിവരം ഇന്റർനെറ്റ് ഫുള്ള് ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു വാർത്ത സ്പ്രെഡ് ആകാനുള്ള പ്രധാന കാരണം HAL സ്ഥാപനം, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്. HAL എന്ന സ്ഥാപനം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാറ്റ്സ് എന്ന സെക്ഷന് താഴെയായി ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തു. ആ ഇമേജ് കണ്ടപ്പോൾ തന്നെ നിരവധി ഡിഫൻസ് എക്സ്പേർട്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് തീർച്ചയായും തേജസിന്റെ ബോഡി ഗാർഡ് ആയിരിക്കും, അതായത് കാറ്റ്സ് വാരിയർ ഡ്രോൺ ആയിരിക്കും. ഇത് തേജസിന് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ അപ്പർ ഹാൻഡ് കൊടുക്കും. തേജസ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കരുത്തുറ്റതായി മാറിയിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വിങ്മാൻ ഡ്രോൺ അല്ല, ഇത് തേജസിന്റെ സംരക്ഷണത്തിന് വേണ്ടി DRDO നിർമ്മിച്ചതല്ല, ഇതിന്റെ പർപ്പസ് വേറെയാണ്. കൂടാതെ ഇത് ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടി നിർമ്മിച്ച പുതിയ അൺമാൻഡ് ഡ്രോൺ ആയിരിക്കുമെന്നും പറഞ്ഞ് അതിന് കുറച്ച് തെളിവുകളും നിരത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ HAL നിർമ്മിച്ച ഈ ഡ്രോൺ ഏതാണ്? ഇതിന് തേജസിന്റെ സംരക്ഷണത്തിനായി മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ, അതോ ഇതിന് മറ്റെന്തെങ്കിലും പർപ്പസ് ഉണ്ടോ എന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം കാറ്റ്സ് ഡ്രോൺ എന്നാൽ എന്ത് എന്ന് നോക്കണം. ഇത് മറ്റൊന്നുമല്ല, കമ്പൈൻഡ് എയർ ടീമിംഗ് സിസ്റ്റം. ഈ ഒരു ഡ്രോൺ എന്തിനാണെന്ന് ചോദിച്ചാൽ, പൊതുവെ ഒരു യുദ്ധവിമാനം പോകുമ്പോൾ തനിച്ചു പോകും, അല്ലെങ്കിൽ അതിന്റെ മിഷൻ അനുസരിച്ച് അതിന്റെ സംരക്ഷണത്തിനായി മറ്റു വിമാനങ്ങൾ എസ്കോർട്ട് പോകും. പക്ഷെ ഈ ഒരു സമയത്ത് ഒരു കാറ്റ്സ് ഡ്രോണിന്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, എന്തിന് ഒരു യുദ്ധവിമാനത്തിന് മറ്റൊരു വിമാനം സംരക്ഷണത്തിനായി കൊടുക്കണം? അതിന് പകരമായി ഒരു അൺമാൻഡ് ഡ്രോൺ ഉപയോഗിച്ചാലോ എന്ന ഒരു കൺസെപ്റ്റായി ആലോചിക്കുന്നു. അങ്ങനെ നിർമ്മിക്കപ്പെട്ട ഡ്രോൺസ് ആണ് ഈ കാറ്റ്സ് ടൈപ്പ് ഡ്രോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ എസ്കോർട്ട് പോകുന്ന ഈ വിമാനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും ഈ അൺമാൻഡ് ഡ്രോൺസിനും ചെയ്യാൻ പറ്റും. ഇതിനുദാഹരണമായി ലോകത്തിൽ വെച്ച് തന്നെ വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമേ ഈ കാറ്റ്സ് ഡ്രോൺ ഉള്ളൂ. ഒന്ന്, റാഫേൽ ഫൈറ്റർ ജെറ്റിനുള്ള ന്യൂറോൺ ഡ്രോൺസ്. 2, അമേരിക്കയുടെ XQ-58A വാൽക്കൈറി ഡ്രോൺ. 3, റഷ്യയുടെ Su-57 ഫെലോൺ വിമാനങ്ങൾക്കുള്ള S-70B ഒക്കോട്നിക്. ഈ ഡ്രോണുകളാണ് ഇപ്പോൾ നിലവിലുള്ള അതിനവീന അൺമാൻഡ് ഡ്രോൺ എന്ന് പറയാം. ഈ ഡ്രോൺസുകൾ ഉപയോഗിക്കുന്നത് മൂലം യുദ്ധവിമാനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനും പറ്റും, അതേസമയം മനുഷ്യജീവന് യാതൊരു റിസ്ക്കും ഉണ്ടാവില്ല. ഇനി അഥവാ ഒരു ഫൈറ്റർ ജെറ്റ് നമ്മൾ ഷൂട്ട് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈറ്റർ ജെറ്റിനും ആപത്താണ്. ഫൈറ്റർ ജെറ്റ് വീഴും, മാത്രമല്ല അതിലെ പൈലറ്റിനും ഭീഷണിയാകും. സോ പൈലറ്റ്സിന്റെ ജീവിതം തിരിച്ചു കിട്ടുക തന്നെ ദുഷ്കരമായിരിക്കും. സോ ഇതെല്ലാം റീപ്ലേസ് ചെയ്യുന്ന തരത്തിൽ വിമാനങ്ങൾക്ക് പകരം ഈ ഡ്രോൺസ്, അൺമാൻഡ് ഡ്രോൺസ് ഉപയോഗിക്കുന്ന സമയത്ത് ഡ്രോണുകൾ പോയാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് നമുക്ക് വിടാൻ പറ്റും. കാരണം അവിടെ പണം മാത്രമാണ് നഷ്ടമാകുന്നത്, മനുഷ്യജീവന് യാതൊരു പ്രശ്നവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ പൈലറ്റ്സ് ഒക്കെയും സേഫ് ആണെന്ന് പറയാം. ഓക്കെ, നമ്മുടെ DRDO ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തുവിട്ടത് കൊണ്ട് എന്ത് അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമതായി, തേജസ് വിമാനങ്ങൾക്ക് ഒരു വിങ്മാൻ ഡ്രോൺ ആയിരിക്കും ഇത് എന്ന് പറഞ്ഞവരുടെ ആ ഒരു അഭിപ്രായത്തിലേക്ക് പോകാം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, അവർ HAL പോർട്ടലിൽ ഒരു കാറ്റ്സ് ഡ്രോൺ കാറ്റഗറിയിലാണ് ഈ ഒരു ഇമേജ് പോസ്റ്റ് ചെയ്തത്. ഇത് മംടി എന്ന കൺസെപ്റ്റിൽ ഉൾപ്പെടും, മാൻഡ് അൺമാൻഡ് ടീമിംഗ് എന്ന രീതിയിൽ. മാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ഫൈറ്റർ ജെറ്റ്, അതിലെ പൈലറ്റ്, ഇത് രണ്ടും രേഖപ്പെടുത്തും. അൺമാൻഡ് എന്ന് പറയുമ്പോൾ ഇത് പ്രതിപാദിക്കുന്ന വെറും ഡ്രോൺ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്. സോ ഇത് ഒരു എവിഡൻസ് ആയിട്ട് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മിസൈൽസ്. സാവ് എന്ന ഒരു മിസൈലാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സാ എന്ന് പറയുമ്പോൾ സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺ. ഇത് നമ്മുടെ DRDO നിർമ്മിച്ച ഒരു ബങ്കർ ബസ്റ്റർ കാറ്റഗറിയിൽ ഉൾപ്പെട്ട മിസൈലാണ്, അതായത് ഒരു സ്മാർട്ട് അമ്യൂണീഷൻ എന്ന് പറയാം. ഇത് വെച്ച് ശത്രുവിന്റെ എയർഫീൽഡും നശിപ്പിക്കാം, അതുപോലെ തന്നെ ശത്രുവിന്റെ റൺവേ തുളച്ചു കയറാനും പറ്റും. ഇത് ഈ ഡ്രോണിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, മറ്റ് അനവധി എയർ ടു എയർ മിസൈലും അറ്റാച്ച് ചെയ്ത് വെച്ചാണ് ഇത് ഷോ ചെയ്തിരിക്കുന്നത്. അടുത്തതായി വന്ന ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവെ കാറ്റ്സ് വാരിയർ ഡ്രോൺ സിംഗിൾ എഞ്ചിനോടെയാണ് വരുന്നത്, പക്ഷെ ഇത് ട്വിൻ എഞ്ചിനോടെയാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഇമേജ് കണ്ടാൽ തന്നെ അറിയാം, അതിന്റെ ബാക്കിലായി 2 എഞ്ചിനാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ സാ മിസൈൽസ് എന്നത് അതിന്റെ ആ ഡ്രോണിന്റെ ബെല്ലിക്കകത്താണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു 5th gen ഡ്രോൺ ആയിരിക്കുമെന്നും അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തു.
ഇത് രണ്ടും മാത്രമല്ല, ഒരു എയർ ടു എയർ മിസൈൽ ആയാലും ശരി, ഈ മിസൈൽ ആയാലും ശരി, അതിന്റെ എക്സ്റ്റേണൽ ഹാർഡ് പോയിന്റിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് വെച്ച് ഇവർക്ക് അറ്റാക്ക് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ അതിന്റെ ബെല്ലിക്കകത്തുള്ള വെപ്പൺസും ഇതിനു വേണ്ടി അതിന്റെ മിഷൻ അനുസരിച്ച് ഉപയോഗിക്കാനും പറ്റും. ഈ ട്വിൻ എഞ്ചിൻ പ്ലസ് ഇതിന്റെ പ്രോട്ടോടൈപ്പ് ഒക്കെ കാണുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു വിങ്മാൻ ഡ്രോൺ അല്ല, പകരം DRDO നിർമ്മിച്ച 5th ജെൻ ഡ്രോൺ ആണെന്നും പറഞ്ഞ് കുറച്ച് എവിഡൻസുകളൊക്കെയും അവർ നിരത്തി. ഈ ഡ്രോണിന് PTAE-7 എന്ന വേരിയന്റ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു എഞ്ചിൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ 400 കിലോഗ്രാം ഭാരമുള്ള ഒരു ഡ്രോൺ. ഇതിന് 3.43 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉണ്ട്. ഇതിന്റെ 2 എഞ്ചിൻസ് ആണ് ഈ ഡ്രോണിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യത്തിലധികം ത്രസ്റ്റും ലഭിക്കും. ഇനി അഥവാ ഈ ഡ്രോൺസ് 5th ജെൻ ആണെങ്കിൽ സൂപ്പർ മനോറബിൾ ഡ്രോൺ ആകാനും സാധ്യതയുണ്ട് എന്ന് ഈ ഇമേജ് വെച്ച് ഇതിനെ ഒരു പ്രൂഫായി കാണിക്കുന്നു. ഇത് മാത്രമല്ല, ഇത് വിങ്മാൻ ഡ്രോൺ അല്ല എന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നതിന്റെ മറ്റൊരു കാരണം, നമ്മുടെ പക്കൽ നിരവധി വിങ്മാൻ ഡ്രോൺസിന്റെ പ്രോജക്ട് ഇപ്പോൾ പൈപ്പ് ലൈനിലാണുള്ളത്. ആൽഫ എസ് എന്നത് ഇതുപോലെയാണ്. ഒരു മദർഷിപ്പിൽ നിന്നും ഒരു ഡ്രോൺ പോയി അതിന്റെ ടാർഗറ്റ് നശിപ്പിച്ച് തിരിച്ച് മദർഷിപ്പിൽ തന്നെ വന്ന് അതിന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ബേസിലേക്ക് തിരിച്ചു വരുന്ന ഒരു കൺസെപ്റ്റ്. സോ ഇങ്ങനെയുള്ള ഡ്രോൺസ് ഒക്കെ പൈപ്പ് ലൈനിലുള്ളപ്പോൾ ഇത് വെറും ഒരു വിങ്മാൻ ഡ്രോൺ മാത്രമായി ഉപയോഗിക്കാൻ പറ്റില്ല. പകരം വേറെ എന്തോ പർപ്പസിന് വേണ്ടിയായിരിക്കും നമ്മുടെ DRDO നിർമ്മിച്ചത് എന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഇതുപോലെ കൺസെപ്റ്റ് ഉള്ള ഈ ഒരു ഡ്രോൺ മാത്രമേ DRDOയുടെ പക്കലുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല. അവരുടെ പക്കലുള്ള അഭിമന്യു എന്ന ഒരു പ്രോജക്റ്റും ഉണ്ട്. പ്രോജക്ട് അഭിമന്യു ഇതും ഒരു ഡ്രോണുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ആണ്. പക്ഷേ മറ്റു ഡ്രോണുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണിത്. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, മദർഷിപ്പിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി പോയി അതിനുശേഷം അതിന്റെ ടാർഗറ്റ് നശിപ്പിച്ച് വീണ്ടും മദർഷിപ്പിൽ വന്ന് അറ്റാച്ച് ചെയ്ത് വീണ്ടും ബേസിലേക്ക് തിരിച്ചു വരുമെന്ന്. ഈ ഒരു കൺസെപ്റ്റിന് പ്രകാരമാണ് ഈ അഭിമന്യു എന്ന ഡ്രോണും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രോജക്ട് അഭിമന്യുവിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ആയി തന്നെ അപ്ലോഡ് ചെയ്യാം, കാരണം അത്രയ്ക്കും ഫീച്ചേഴ്സ് പറയാനുണ്ട്. ഈ ഡ്രോൺ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ, 4-5 ഡ്രോൺസ് അറ്റാച്ച് ചെയ്ത ഒരു മദർഷിപ്പ് അവരുടെ എയർബേസിലേക്ക് അയക്കും. അങ്ങനെ അകത്തു പോകുന്ന ഈ ഡ്രോൺ ഒരു സർട്ടൻ ആൾട്ടിറ്റ്യൂഡിൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ഡിറ്റാച്ച്ഡ് ആയി അതിന്റെ ടാർഗറ്റിലേക്ക് പോകും. അങ്ങനെ പോകുന്ന ഈ ഡ്രോണുകൾക്ക് 1 മുതൽ 1.5 ടൺ ഭാരമുള്ള ആയുധങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ആയുധങ്ങൾ കൊണ്ടുപോയി ടാർഗറ്റ് നശിപ്പിച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് മദർഷിപ്പിനടുത്തെത്തി മദർഷിപ്പിന്റെ ബെല്ലിയിൽ അറ്റാച്ച്ഡ് ആയി വീണ്ടും സേഫായി ബേസിലേക്ക് തിരിച്ചെത്തും. ഇതാണ് ഈ ഒരു ഡ്രോണിന്റെ ബേസിക് ആയ കൺസെപ്റ്റ്. ഇതെല്ലാം ഇപ്പോൾ പ്രോസസ്സിംഗിലാണുള്ളത്. ഇതിന്റെ പിന്നിൽ നമ്മുടെ DRDO വളരെയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 2035ഓടെ ഈ ഡ്രോണുകളെല്ലാം പൂർത്തിയായി, ഈ പ്രോജക്റ്റ് എല്ലാം പൂർത്തിയായി നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് കൈമാറുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.